നാളെ ആരോ ചോദിച്ചു ഇത്രയും വലിയ ഫ്രീസർ വാങ്ങിയിട്ട് അതിന്റെ അകത്തൊന്നും ഇല്ലല്ലോ. അടുത്ത ട്രിപ്പ് മൂന്നെണ്ണം ഞങ്ങൾ അത്ര എടുത്തോളൂ. നിങ്ങൾ കണ്ടല്ലോ പാക്കറ്റിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ നമ്പേഴ്സ് ഉണ്ട്. അന്നേരം വെയിറ്റിനാണ് ഇത്, അല്ലാണ്ട് നമ്പറിനല്ല, വെയിറ്റാ. എത്ര ഗ്രാം 400 ഗ്രാമാന്ന് തോന്നുന്നു, മറന്നുപോയി. പൊട്ടിപ്പോകുന്ന സംശയമുണ്ട്. പൊട്ടണമെങ്കിൽ പൊട്ടട്ടെ, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അത് തണുത്തിരുന്നേച്ചേ അടർത്തി എടുക്കാനാ പാട്. പോരുവാണേ. ലാസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ആകെ 2 ട്രിപ്പ് ഉള്ളൂ. 2 ട്രിപ്പ് എടുത്തോളൂ. ഇനി കുറച്ചുകൂടെ ഇരിപ്പുണ്ട്. നാളെ തന്നെ അത് വേണമെങ്കിൽ അങ്ങ് വറക്കാം. കാരണം ഇനി എണ്ണ. നിങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് വൈകുന്നേരം കഴിച്ചത്? ഞങ്ങൾ ഇന്ന് ഡിഫറെന്റ് പലഹാരമാണ്. സാധാരണ വീട്ടിലുണ്ടാക്കണ എന്തെങ്കിലുമൊക്കെയാ സ്ഥിരം. കപ്പ, ചക്ക ആവാറായിട്ടില്ല. ചക്ക ആയി കഴിഞ്ഞാൽ സ്ഥിരം അതായിരിക്കും. ചക്കപ്പുഴുക്ക് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന എല്ലാം തീർന്നു. ഇനിയിപ്പോ പുതിയത് വരുമ്പോ ഫ്രീസറിട്ട് വെക്കാം. അതെ. നാളെ ആരോ ചോദിച്ചു ഇത്രയും വലിയ ഫ്രീസർ വാങ്ങിയിട്ട് അതിന്റെ അകത്തൊന്നും ഇല്ലല്ലോ. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങള് അത് ആവശ്യത്തിനുള്ള സംഗതി മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അത് നമ്മള് ഡീപ് ഫ്രീസർ ഫിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. അത് നമ്മുടെ ഡീപ് ഫ്രീസർ എന്നുള്ളതിന്റെ പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കിയാൽ കാണാം യൂട്യൂബില്. അത് ചിലപ്പോൾ കാണാത്തവരായിരിക്കാം അങ്ങനെ ചോദിച്ചത് കേട്ടോ. ഒരു വീട്ടില് എന്തോരം സാധനങ്ങള് വേണോന്നുള്ളത് അനുസരിച്ചുള്ള സാധനം ഫ്രീസർ ഞങ്ങൾ വാങ്ങിച്ചേക്കണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ അതിൽ വെക്കണം. പിന്നെ 50 ലിറ്റർ അല്ലേ, ലിറ്റർ വാങ്ങിച്ചത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞൊരു വലുത് മാറണമെന്ന് പറഞ്ഞാൽ അത് നടക്കൂല. 100 ആയാൽ മതിയാവൂല. അതുകൊണ്ടാണ് 150 എടുത്തേക്കണത്. നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് നമ്മൾ ഉൾക്കൊള്ളിക്കും. പിന്നെ ഫിഷും മീറ്റും ഒക്കെ, പാലും നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ വലുതാണ്, അതിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യം മാർക്കറ്റിലൊക്കെ പോണത് കൊണ്ട് ഫിഷ് എപ്പോഴും ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ടാണ് മേടിക്കാറ്. പിന്നെ ഇറച്ചിയൊക്കെ മേടിക്കുമ്പോൾ മിക്കവാറും എടുക്കും. അതും ഇതിൽ തന്നെ വെക്കാറ്. ഇതിൽ മറ്റുള്ള സ്റ്റോർ ചെയ്യണ സാധനങ്ങളാണ് വെക്കണത്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ വെക്കണം, ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുകയും ചെയ്യണം. അത്രേ ഉള്ളൂ കേട്ടോ. അതിന് ഓരോ വീട്ടുകളിലും ഓരോ രീതിയിലായിരിക്കും അവരവരുടെ പരിപാടികൾ. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യണം. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓക്കെ. ഇനിയിപ്പോ രണ്ടാമത് നമ്മൾ ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ ഓരോന്ന് വീണ്ടും സ്റ്റോർ ചെയ്ത് തുടങ്ങും. അപ്പൊ നമ്മുടെ റോള് മൊത്തം പ്ലേറ്റിൽ വെച്ച് കാണിക്കാം. എണ്ണ വരികട്ടെ, മൊത്തം കാണിക്കാം. എണ്ണ വരിഞ്ഞിട്ട് എടുക്കണം. ശരിയാവും.